ഇതുപോലെ ആക്ഷേപങ്ങളും അതുപോലെ തന്നെ ദൈവം നിരാകരിക്കുന്ന അനുഭവങ്ങളും ഈ ഉടമ്പടി എടുക്കുന്ന ആൾക്കാരുടെ ജീവിതത്തിലുണ്ട്. പറഞ്ഞ മനസ്സിലല്ല, ആക്ഷേപങ്ങൾ വീട്ടിൽ തന്നെ. ഇപ്പം നമ്മൾ തന്നെ ഇപ്പം നിങ്ങളെ ഇപ്പം വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ആദ്യം അവളിറങ്ങിയിട്ടുണ്ട്, ഇനിയിപ്പോൾ തന്നെ കൃപാസനത്തിന് മലത്തിക്കൊണ്ടെന്ന് വെക്കും ഇവിടെ, ഇല്ലേ? അപ്പം നമുക്ക് പേടിയാണ്. നമ്മളെ എതിർക്കുന്ന ആൾക്കാർ ആരെങ്കിലും വീടിൻ്റെ ഭൂമുഖത്തിരിപ്പുണ്ടെങ്കിൽ നമ്മൾ നോക്കണത് എന്താണ്? ഈ ആൾക്കാരുടെ കണ്ണിൽപ്പെടാതെ നേരെ പുറകിലെ വാതിലെ കൂടി കൃപാസനത്തിൽ പോകാൻ വല്ല മാർഗം ഉണ്ടാകുന്നതാണ് നമ്മൾ നോക്കണത്. എന്താ കാര്യം? ആക്ഷേപം കിട്ടും. നിങ്ങൾ ഈ ആക്ഷേപം ഈ പാക്കേജിൻ്റെ ഭാഗമാണ്. ഇപ്പം ചിലപ്പോൾ നിങ്ങളുടെ ആങ്ങളായിരിക്കും നിങ്ങൾ ആക്ഷേപിക്കണത്, അല്ലെങ്കിൽ നിങ്ങളുടെ സമുദായമായിരിക്കും, അല്ലെങ്കിൽ അയൽവാസിയായിരിക്കും. ആക്ഷേപം ഉറപ്പാണ്. പക്ഷേ ദൈവ വഴികളിലെ ഉത്തരം കിട്ടാതിരിക്കുകയും അതേസമയം തന്നെ ആക്ഷേപം കിട്ടുകയും ചെയ്യും. അതാണ് എന്താ പറഞ്ഞിരിക്കുന്നത്? മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കൾക്ക് കൊടുക്കുക വിഹിതമല്ല. അപ്പം നായ്ക്കൾ തന്നെ വിളിച്ചു. ഇവിടെ വെച്ച് ഈ ചേടത്തിക്ക് വേണമെങ്കിൽ വീട്ടിൽ പോകാം. എന്താ കാര്യം? കഷ്ടപ്പെട്ട് ഇവിടെ വന്ന് അവസാനം നായെന്ന് പേരും കിട്ടിയില്ലേ, പോവാം. ഇവർ പോകണമെന്ന് തന്നെയാണ് കർത്താവ് ആഗ്രഹിക്കണത്. ഇവർക്ക് സീറോ ഫെയ്ത്ത്, ഇവർക്ക് സീറോ ആസ്തിയാണെങ്കിൽ ഇവർ പോകും. പക്ഷേ ഇവിടെ വെച്ചിട്ട് 2 പ്രാവശ്യം ഇവർ തകർച്ച. അതായത് ആദ്യം ഇവർ നേരിട്ടിടപെട്ടു, ഒന്നാമത്തെ പ്രാവശ്യം. 2ാമത്തെ പ്രാവശ്യം ഇവരെന്നാ ചെയ്യണത്? അപ്പോസ്തലന്മാരെ ഇടപെടുത്തി, എന്നിട്ടും ശരിയായില്ല. അപ്പോൾ ഈശോയോട് നേരിട്ട് പറയാം, കർത്താവ് എന്നെ സഹായിക്കണമേ. അപ്പോഴും നായെന്ന് വിളി കേട്ട്. അപ്പോൾ ഈ പ്രോസസ്സിങ്ങിൻ്റെ ഭാഗമായിട്ട് ചിലപ്പോൾ ദൈവം മിണ്ടാതിരിക്കും, കർത്താവ് മിണ്ടിയില്ല, സൈലൻസ് ആവും, നോ ആൻസർ. അപ്പോൾ പ്രാർത്ഥനയുടെ രീതിയാണ്. ചില സമയത്ത് നിങ്ങൾ ഉടമ്പടി എടുത്താണെങ്കിലും ശരി, ചിലപ്പോൾ നോ ആൻസർ ആയിരിക്കും. ഇത് ഇതിനെക്കുറിച്ച് അറിയണം നമ്മൾ ശരിക്കും. ഇതിൻ്റെ ഉള്ളതാണ്. നമ്മളിപ്പോൾ നിങ്ങളുടെ കല്യാണം കഴിക്കണം, അയ്യോ അപ്പം നിങ്ങളോർക്ക് ഈ കല്യാണം വരും, ഈ കല്യാണം നടക്കും, കാര്യം ഞാൻ ഉടമ്പടി എടുത്തതാണ്. അപ്പോൾ നമുക്ക് ഉറപ്പാണ്. അപ്പോൾ അവർ പറയും നിങ്ങൾ അങ്ങോട്ട് വരാൻ പറയും, നമ്മൾ അങ്ങോട്ട് ചെന്ന്, അപ്പോൾ അത് നമുക്ക് ഇഷ്ടപ്പെട്ട് അവരിങ്ങോട്ട് വന്ന് കാര്യങ്ങൾ അങ്ങോട്ട് കൊടുക്കണം മേടിക്കണം പറഞ്ഞപ്പോഴുണ്ട് അവർ 4 കാലം വീണ് ഓടി. അപ്പോൾ നമ്മൾ വിചാരിച്ചിരുന്നത് എന്താണ്? ഈ കല്യാണം നടക്കുമെന്നല്ലേ. പക്ഷേ ഇപ്പോൾ എന്താ പറ്റിയിരിക്കണത്? 1.5 മാസം ഈ അംഗം കഴിഞ്ഞപ്പോൾ അവർ ഇട്ടച്ചും പോയി. ഇപ്പം നമ്മൾ എന്തെല്ലാം സമാധാനം പറയണം? ഇനി കൂട്ടുകാരുടെ മുഖത്ത് നോക്കിയില്ല, നമ്മൾ എല്ലായിടത്തും വിളിച്ച് പറഞ്ഞു അത് ഏറെക്കുറെ സെറ്റാകണ്ട നമ്മൾ കൂട്ടുകാർ മിണ്ടാതിരിക്കണം. ഈ സംഭവം കഴുത്ത താല് വീഴണ വരെ മിണ്ടരുത്. ഉടനെ കൂട്ടുകാർ അത് ശരിയാവും ഇങ്ങനെ. പക്ഷേ നമുക്കിപ്പോൾ പുറത്തിറങ്ങാൻ പറ്റത്തില്ല, ആക്ഷേപമായി. എന്താണ്? അവർ പോയി ഇട്ടച്ചും പോയി. അപ്പോൾ ഇനി ആൾക്കാർക്ക് അറിയേണ്ടത് എന്തുകൊണ്ടാണ് 2ാമത്തെ കല്യാണം പോയത്, ഇവളുടെ കുഴപ്പമാണെന്ന്. ആക്ഷേപം തന്നെ കണ്ടില്ലേ? എന്തുകൊണ്ടാണ് 2ാമത്തെ കല്യാണം പോയത്? അത് ഇവളുടെ കുഴപ്പമായിരിക്കും. ഈ നമ്മുടെ അമ്മ തന്നെ പറയും, നിൻ്റെ ഈ കയ്യിരിപ്പ് കൊണ്ടാണ് നീ മൂത്ത് നിറച്ച് ഈ വീട്ടിൽ നിൽക്കണത്. സ്വന്തം അമ്മ പറയും. പോരെ, ഇനി വേറെ വല്ലതും പറയാറുണ്ടാ? അമ്മമാർ അവർ പറഞ്ഞാൽ കേട്ടില്ലെങ്കിൽ അവിടെ അവസാനത്തെ ഈ ചക്രായുധം എടുത്ത് അവർ കറക്കിയിടും, നമ്മുടെ പെടരയും അർത്ഥമുണ്ട് പോണ കാണാം. എന്താ? നിൻ്റെ കയ്യിരിപ്പ് കൊണ്ടാണ് നീ ഇങ്ങനെ മൂത്ത് നിറച്ച് ഇതിൻ്റെ അകത്ത് നിൽക്കണമെന്ന് പറയും. തീർന്ന ആക്ഷേപം. അപ്പോൾ നമുക്ക് തോന്നും വല്ല വിഷവും എടുത്ത് കഴിച്ച് ഇവർക്കിട്ടൊരു എഴുതി വെച്ചൊരു പണിയും കൊടുത്തേക്കാൻ വിചാരിക്കും. ആ പിശാച് എന്നെ വരെ കണ്ടില്ലേ? ഇപ്പം നമ്മളെ വീട്ടിൽ അമ്മ തന്നെ ഇങ്ങനെ പറഞ്ഞില്ലേ, ഇനിയിപ്പോൾ ആരാ പറയാനിരിക്കണത്? അകപ്പാടൊരു ആസ്തി, ഒരു സന്ധിപ്പ് കിട്ടുന്ന അമ്മ എടുക്കുന്നതാണ്. അമ്മക്ക് സൗകര്യം കയറിയപ്പോൾ പിശാച് കയറിയപ്പോൾ അമ്മ പറയണം നിൻ്റെ കയ്യിരിപ്പോണ്ടാണ് വെറുതെ വീട്ടിൽ മുത്ത് നിൽക്കണമെന്ന് പറയണം. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഒന്നുമില്ല, ഒരിടയും ഇല്ല. ആക്ഷേപങ്ങൾ എന്നെ വഴികണ്ടില്ലേ? ഇവിടെയാണ് നമ്മൾ ശരിക്കും ഇങ്ങനെ ഈ ഫേസിലേക്ക് വരുമ്പോൾ, അതായത് എക്സ്ട്രാക്ഷൻ എന്ന് പറഞ്ഞ ഒരു സംഭവം ഉണ്ട് ഇതിനകത്ത്. അതായത് നമ്മൾ ഈ ഒരു സെറ്റപ്പിലേക്ക് വരുമ്പോൾ ഈ ചെടുത്ത് പറഞ്ഞതല്ല, ചെടുത്ത് വെള്ളം അടിച്ച് കെട്ടി തൂങ്ങാനൊന്നും പോണില്ല. അവർ ഭയങ്കര വില്ലത്തിയാണ്. ആദ്യം കരഞ്ഞെന്ന് പറഞ്ഞ കാര്യം ശരിയാ, പക്ഷെ ഇപ്പോൾ അവർ ഒരു വിടാനുള്ള ഭാവമില്ല. അവരിപ്പോൾ എന്താ പറയണത്? കർത്താവേ നീ അതിനെ നായെന്ന് വിളിച്ചില്ലേ? അതിന് കുഴപ്പമില്ല, ശരിയാ, ഞാൻ നായ തന്നെയാണ്. പക്ഷേ നായ്ക്കുട്ടികളും യജമാനന്മാരുടെ മേശയിൽ നിന്ന് വീഴുന്ന അപ്പക്കഷ്ണങ്ങൾ
തിന്നാറുണ്ടല്ലോ. പ്രൈസ് ദി ലോർഡ്. അതാണ് ഈശോ ഉദ്ദേശിച്ചത്. എന്താ വെച്ചാൽ ഇവക്ക് പണ്ട് കരച്ചിൽ മാത്രമേ ഉള്ളൂ. ആ കരച്ചിലിന് വാല്യൂ ഇല്ല, വിശ്വാസമില്ല. അതിൻ്റെ അകത്ത് ഇമോഷൻ മാത്രമേ ഉള്ളൂ, അതിൻ്റെ അകത്ത് വിശ്വാസം ഇല്ല. പക്ഷേ ഇപ്പം സഹനത്തോടു കൂടി സഹനം ഉണ്ടായിട്ടും ഇവൾ വിശ്വസിക്കുകയാണ് തിരിച്ച്. അതിന് ഈശോ വിളിക്കുന്ന പേരെന്താണ്? ഓ വുമൺ, യുവർ ഫെയ്ത്ത് ഈസ് ഗ്രേറ്റ്. എന്താണ്? നിൻ്റെ വിശ്വാസം വലുതാണ്. അപ്പോൾ വലിയ വിശ്വാസം എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയാണ് ഈ അപമാനത്തിലൂടെ പോണത്. മനസ്സിലായില്ലേ? നീ ഒരു അപമാനത്തിലൂടെയാണ് ഇപ്പോൾ പോണത്. വീട്, ജോലി, വിവാഹം, ശമ്പളം, നീ ഒരു അപമാനത്തിലൂടെയാണ് പോണതെങ്കിൽ അതിൻ്റെ അർത്ഥം നീ മനസ്സിടിഞ്ഞ് പ്രാർത്ഥനയില്ലാത്ത ഈ ഞാൻ അവിടെ വെച്ച് കുവൈറ്റ് വെച്ച് കണ്ട ചേച്ചിയെ പോലെ വരാനല്ല. ഈ അപമാനത്തിൽ നിന്നുകൊണ്ട് പോലും നീ വിശ്വാസം ഏറ്റു പറയണം. ഇതിനാണ് ഈ വിശ്വാസ വരമെന്ന് പറയണത്. വിശ്വാസ വരമുണ്ട്. പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങളിലൊന്നാണ് വിശ്വാസ വരം. വിശ്വാസ വരമെന്ന് പറയണത് നല്ല ക്ലേശകാലങ്ങളിൽ സർവൈവ്ഡ് ഫെയ്ത്താണ് ഈ വിശ്വാസ വരമെന്ന് പറയണത്. സാധാരണ വിശ്വാസം വേലി കൊള്ളുമ്പോൾ അങ്ങ് വെണ്ണ പോലെ ഉരുകിപ്പോകും. ഇവളുടെ വിശ്വാസം ഉരുകിപ്പോണില്ല. പിശാചെന്ന് എന്ന് വിളിച്ചിട്ടും അതുപോലെ തന്നെ മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കൾക്ക് കൊടുക്കാൻ വിഹിതമല്ലെന്ന് പറഞ്ഞിട്ടും അവളതെല്ലാം അക്സെപ്റ്റ് ചെയ്യണം. കർത്താവേ, അത് ശരിയാണ്, ഞാൻ നായ തന്നെയാണ്. പക്ഷേ എന്താണ്? നായ്ക്കൾക്ക് പോലും യജമാനന്മാരുടെ മേശയിൽ നിന്ന് വീഴുന്ന അപ്പക്കഷ്ണങ്ങൾ തിന്നാറുണ്ടല്ലോ എന്ന് പറയുമ്പോൾ അവളുടെ ഒറിജിനൽ ആ കരച്ചിൽ മാത്രമല്ല, യഥാർത്ഥ ഫെയ്ത്ത്, വിശ്വാസം, അതായത് ക്ലേശങ്ങളെയും ആക്ഷേപങ്ങളെയും അതിജീവിച്ച വിശ്വാസം. അപ്പോൾ നമ്മുടെ വിശ്വാസം എന്ന് പറഞ്ഞൊരു കാര്യമില്ല, അതിജീവിച്ച വിശ്വാസം എന്നും പറഞ്ഞ് വേറൊരു സംഭവമുണ്ട്. അതിജീവിച്ച വിശ്വാസം. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. അതിജീവിച്ച. ശ്രുതികട ഹല്ലേലൂയ. പത്രോസിൻ്റെ ലേഖനമാണ് അഗ്നി പരീക്ഷകളെ അതിജീവിച്ച വിശ്വാസം. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ശ്രുതികട ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. 1 പത്രോസ് 1:7. 1 പത്രോസ് 1:7. അഗ്നിശോധനയെ അതിജീവിക്കുന്ന, എന്ന് പറഞ്ഞേ, അഗ്നിശോധനയെ അതിജീവിക്കുന്ന നശ്വരമായ സ്വർണത്തേക്കാൾ വിലയേറിയതായിരിക്കും പരീക്ഷകളെ അതിജീവിക്കുന്ന നിങ്ങളുടെ വിശ്വാസം. ഇതാണ് കാനൻകാരിയുടേത്. സ്വർണത്തെക്കാൾ അത് വിലയുള്ളതായി മാറി. ഇപ്പം വാല്യൂ ആയി. ഇതാണ് വാല്യൂ എന്ന് പറയണത്. ഞാൻ കുവൈറ്റ് നടത്തിയപ്പോൾ ധ്യാനത്തിന് കർത്താവ് പറഞ്ഞത് വാല്യൂ ആഡഡ് സ്പിരിച്വാലിറ്റി എന്നാണ്. ഒരു വ്യക്തിയുടെ വാല്യൂ, അവൻ ദൈവതിരുസന്നിധിയിൽ വാല്യൂ ഉള്ള വ്യക്തിയാണോ ഇല്ലയോ, അവന് ബാർഗൈനിങ് പവർ ഉണ്ടോ വിശ്വാസത്തിൽ, അത് ഇങ്ങനെയുള്ള പ്രോസസ്സിങ് പ്രക്രിയയിലൂടെയാണ് വെളിവാകണത്. അതിന് പത്രോസ് പറഞ്ഞ എന്താണ്? വചനം വായിച്ചോ. 1 പത്രോസ് 1:7 ഒന്ന് വായിച്ചു. അഗ്നിശോധനയെ അതിജീവിക്കുന്ന നശ്വരമായ സ്വർണത്തേക്കാൾ വിലയേറിയതായിരിക്കും പരീക്ഷകളെ അതിജീവിക്കുന്ന നിങ്ങളുടെ വിശ്വാസം. വിശ്വാസം 2 തരമുണ്ട്. എന്തൊക്കെയാണുള്ളത്? ഒന്ന്, പരീക്ഷകളെ അതിജീവിക്കാത്ത കേവല വിശ്വാസം, കരയാനും മോങ്ങാനും മാത്രം അറിയാവുന്ന കേവല വിശ്വാസം. രണ്ടാമത്തത്, എന്തെല്ലാം വിഷയം ഉണ്ടായാലും വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് പരീക്ഷകളെ അതിജീവിത വിശ്വാസം. ഈ അതിജീവിത വിശ്വാസമാണ് വിശ്വാസ വരമെന്ന് പറയുന്നത്. വിശ്വാസ വരം, പ്രാർത്ഥനാ വരം എന്നൊക്കെ പറയത്തില്ലേ. പ്രാർത്ഥന ഒക്കെ പ്രാർത്ഥിക്കുന്ന എല്ലാവർക്കും പ്രാർത്ഥനാ വരമില്ല. അവരൊരു കാഷ്വലായിട്ട് ഓരോ വിഷയത്തിന് പ്രാർത്ഥിച്ചു പോകണം. വരമില്ല. വരം വേണമെന്നുണ്ടെങ്കിൽ അതിജീവിതം വേണം അതിൻ്റെ അകത്ത്. ഇപ്പോൾ കർത്താവിൻ്റെ തിരുസന്നിധിയിൽ കർത്താവിൻ്റെ പ്രാർത്ഥനാ വരമുണ്ട്. നിങ്ങൾക്കും ഉണ്ട് വരം, എനിക്കും ഉണ്ട് വരം. പ്രാർത്ഥനാ വരം എന്താണ്? പ്രാർത്ഥനാ വരം എന്ന് പറയുന്നത് എന്തെങ്കിലും ഒരു വിഷയത്തെ പ്രാർത്ഥിക്കണമല്ല.
അത് ഗെത്സെമനിയിൽ ഈശോ ചെയ്തത് എന്താണ്? Take the word of God. ലുക്ക 22:23. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ. ലുക്ക 22:44. ലുക്ക 22:44. അവൻ തീവ്രവേദനയിൽ മുഴുകി. പറഞ്ഞേ, അവൻ തീവ്രവേദനയിൽ മുഴുകി കൂടുതൽ തീക്ഷ്ണമായി പ്രാർത്ഥിച്ചു. അപ്പൊ തീവ്രവേദനയിൽ മുഴുകുമ്പോ പത്രോസ് അവിടെ ഇരുന്ന് ഉറങ്ങുന്നുണ്ട്. കണ്ടില്ലേ? അവിടെയാണ് വിഷയം വരുന്നത്. തീവ്രവേദനയും മുഴുകുന്നു, ഈശോയും തീവ്രവേദനയും മുഴുകുന്നു, പത്രോസ് ശിഷ്യന്മാരും തീവ്രവേദനയും മുഴുകുന്നു. തീവ്രവേദന മുഴുകിയ ശിഷ്യന്മാരെന്താ പറ്റിയത്? ഉറങ്ങി അവിടെ പോയി. തീവ്രവേദന മുഴുകി ഈശോക്ക് എന്നാ പറ്റിയത്? അത് പറഞ്ഞ 22:44 എന്താ പറയണത്? അവൻ തീവ്രവേദനയിൽ മുഴുകി. പറഞ്ഞേ, അവൻ തീവ്രവേദനയിൽ മുഴുകി കൂടുതൽ തീക്ഷ്ണമായി പ്രാർത്ഥിച്ചു. അപ്പൊ തീവ്രവേദനയിൽ മുഴുകുമ്പോ കൂടുതൽ തീക്ഷ്ണമായി പ്രാർത്ഥിക്കണം. ഇതിനാണ് പ്രാർത്ഥന വരവെന്ന് പറയുന്നത്. മനസ്സിലായി? ഇതിനാണ് പ്രാർത്ഥന. വിശ്വാസ വരമുണ്ട്. വിശ്വാസ വരമെന്ന് പറയുമ്പോൾ അഗ്നിശോധനയെ അതിജീവിച്ച നശ്വരമായ സ്വർണത്തെക്കാൾ വിലയേറിയതാണ് പരീക്ഷകളെ അതിജീവിച്ച നിങ്ങളുടെ വിശ്വാസം. അപ്പം പരീക്ഷകളെ അതിജീവിച്ച വിശ്വാസമാണ് എന്ത്? വിശ്വാസ വരം. പരീക്ഷകളെ അതിജീവിച്ച പ്രാർത്ഥനയാണ് എന്ത്? പ്രാർത്ഥന വരം. അപ്പോൾ ഈ പ്രാർത്ഥനാ വരത്തിലേക്ക് നമ്മളെ നമ്മളെ പതുക്കെ വിളിച്ചുകൊണ്ട് പോകുന്നതിന് പകരമാണ് ദൈവം മിണ്ടാണ്ടിരിക്കും, ദൈവം ആക്ഷേപിക്കും, പല കലാപരിപാടിയുണ്ട് എൻ്റെ അടുത്ത്. മനസ്സിലായ? ആ കാര്യം സംഭവിക്കുന്നത് എന്താണ്? അവളുടെ പ്രാർത്ഥനയ്ക്ക് ആദ്യം മിണ്ടാതിരുന്ന്, രണ്ടാമത്തെ എന്താണ്? അപ്പോസ്തലന്മാർ മധ്യസ്ഥം കൊണ്ടുവന്ന് അത് ഈശോ എടുത്ത് ചവറ്റുകൊട്ടെ കളഞ്ഞ്. മധ്യസ്ഥ പ്രാർത്ഥന മണ്ണാങ്കട്ട പോളാന്ന് പറഞ്ഞ് ഓടിച്ചിട്ടവനാ ഇല്ലേ? അത് കഴിഞ്ഞപ്പോൾ അവൾ തന്നെ നേരിട്ട് വന്ന് കർത്താവ് സഹായിക്കണം. അപ്പോൾ അവളുടെ മുഖത്തൊക്കെ പറഞ്ഞ് മക്കളുടെ അപ്പം എടുത്ത് പട്ടികൾക്ക് കൊടുക്കുക, വിഹിതമില്ല പട്ടിയെന്നും വിളിച്ച്. 3-ാം സെക്ഷനിൽ അവൾ പട്ടിയെന്ന് ബ്രാൻഡഡായിരിക്കുകയാണ്. പ്രാർത്ഥന പുരോഗമിക്കും തോറും അപമാനത്തിൽ ബ്രാൻഡഡായിരിക്കുകയാണ്. ആ ബ്രാൻഡിങ് കിട്ടിക്കഴിഞ്ഞാൽ, അപമാനം കിട്ടിക്കഴിഞ്ഞാൽ അതിനെ അതിജീവിച്ചുകൊണ്ട് അവൾ ആഘോഷിക്കുന്നുണ്ട്. എന്താണ്? വിശ്വാസം. കർത്താവേ അത് ശരിയാണ്. എന്താണ് അത് ശരിയാണെന്ന് പറയണത്? അതായത് ഞാൻ പട്ടിയാണ്, പക്ഷേ ഒരു കാര്യം ഈശോ മനസ്സിലാക്കണം. എന്താണ്? പട്ടികൾ പോലും യജമാനന്മാരുടെ മേശയിൽ നിന്ന് വീഴുന്ന അപമാനിക്കപ്പെട്ടാലും അവൾ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. പറഞ്ഞ മനസ്സിലായില്ല? ഈ അപമാനിക്കപ്പെട്ടാലും വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. അത് വിശ്വസിക്കുമ്പോഴാണ് ഓ വുമൺ യുവർ ഫെയ്ത്ത് ഈസ് ഗ്രേറ്റ് എന്ന് പറയണത്. എന്താണ്? നിൻ്റെ വിശ്വാസം വലുതാണ്. ഈ വലിയ വിശ്വാസമുണ്ട്, ചെറിയ വിശ്വാസമുണ്ട്. ഈ അതിജീവിച്ച വിശ്വാസത്തെയാണ് വലിയ വിശ്വാസം എന്ന് പറയുന്നത്. അതാണ് വിശ്വാസ വരം. അതുപോലെ തന്നെ ചെറിയ പ്രാർത്ഥനയുണ്ട്, വലിയ പ്രാർത്ഥനയുണ്ട്. അതിജീവിച്ച അപമാനങ്ങളെ അതിജീവിച്ച പ്രാർത്ഥനയാണ് പ്രാർത്ഥനാ വരമെന്ന് പറയണത്. ദൈവം ഉദ്ദേശിക്കുന്നത് ഈ ഓരോ സ്റ്റെപ്പ് കഴിയുമ്പോഴും ഇതുപോലെയുള്ള വളർച്ച ഉണ്ടാകും. അതിന് ഇഷ്യൂസ് ഡെവലപ്പ് ചെയ്തുകൊണ്ട് വരും ദൈവം. നമ്മളറിയണം. നിങ്ങളെല്ലാം ഇങ്ങനൊരു അടുപ്പിൽ പറ്റിയിരിക്കുക. നിങ്ങൾ വിചാരിച്ചിരിക്കണത് ഉടമ്പടി എടുത്തു കഴിയുമ്പോൾ എല്ലാം ഓക്കെ ആവുന്നല്ലേ? ആദ്യത്തെ സെഷനിലെല്ലാം ഓക്കെ ആകും, ഒരു സംശയമില്ല. ആൾക്കാർ ഇടിപെട്ട് സാക്ഷ്യവും പറയും. പക്ഷേ നിങ്ങൾ വിചാരിക്കരുത് എന്നും കൊന്നും സാക്ഷ്യവും പറഞ്ഞുകൊണ്ടിരിക്കാമെന്ന് വിചാരിക്കരുത്. കാര്യം കർത്താവ് അതിനേക്കാൾ അടുത്ത സ്റ്റെപ്പിലേക്ക് നിങ്ങളെ കൊണ്ടുപോകും, വിശ്വാസവരത്തിലേക്കും പ്രാർത്ഥനാവരത്തിലേക്കും. അപ്പം നിങ്ങളെ വളർത്തുകയാണ് ദൈവത്തിൻ്റെ ഉദ്ദേശം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് ഒരു അറ്റവും അറുതിയും ഇല്ലാത്ത ഒരവസ്ഥയാണ്. ഇപ്പം 5:48 വായിച്ചേ, മത്തായിയുടെ സുവിശേഷം. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. മത്തായി 5:48. അതുകൊണ്ട് നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് പരിപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിപൂർണരായിരിക്കുവിൻ. വല്ലതും നടക്കും. ഇതാണ് മനസ്സിലിരിപ്പ്. പിന്നെ എങ്ങനെയാണ് പട്ടി പോണാന്നൊക്കെ വിളിക്കാതിരിക്കുന്നത്? ആളിനൊന്നും മുതലാകത്തില്ല. ക്രിസ്തുവിൻ്റെ അടുത്ത് വരുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, ഇതൊന്നും മുതലാകാത്തൊരു മുതലാളിയാണെന്ന്. കൃപയുടെ വലിയ ഭണ്ഡാരമാണ്. കാര്യം ക്രിസ്തുവിന് സംഭവിച്ചിരിക്കുന്നത് നമ്മളെ സാധാരണ കണ്ടെത്തുന്ന ഒരു പോപ്പുലർ ദൈവമല്ല.
അതായത് സത്യ ദൈവം നല്ല ശരിക്കും ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ അകത്ത്. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മളും ചെയ്യാനാണ് പറയണത്. നിങ്ങൾക്കറിയാം, ഇതിൻ്റെ സത്യസന്ധത വേണ്ടേ, ആത്മാർത്ഥത വേണ്ടേ? നിങ്ങൾ 24:14 വായിച്ച്, 14 ജോഷുവയുടെ പുസ്തകം 24:14 സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന. ജോഷുവ 24:14. ജോഷുവ 24:14. ആകയാൽ കർത്താവിനെ ഭയപ്പെടുകയും ആത്മാർത്ഥതയോടും വിശ്വസ്തയോടും കൂടെ അവിടുത്തെ സേവിക്കുകയും ചെയ്യുവിൻ. ഉടമ്പടി എടുത്തില്ലെന്നല്ല പ്രശ്നം. ഉടമ്പടി ഞാൻ എടുത്തതാണ്, പുതുക്കിയതല്ലെന്നല്ല പ്രശ്നം. പ്രശ്നം എന്താണ്? നീ ഉടമ്പടി 4 പുതുക്കിയാലും 5 പുതുക്കിയാലും ആത്മാർത്ഥതയുണ്ടോ എന്നാ പ്രശ്നം. ദൈവത്തിൻ്റെ അടുത്ത് കളിക്കാൻ വരുമ്പോൾ സൂക്ഷിച്ച് കളിച്ചില്ലെങ്കിൽ തല പോയത് തന്നെയാണ്, അഭ്യാസം നടക്കത്തില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഉടമ്പടിയുടെ ബേസിക് എന്താണ്? പെർസ്വറിങ് ഫെയ്ത്താണ്, അതിജീവിത വിശ്വാസമാണ്. ദാറ്റ് ഈസ് ഫിഡലിറ്റി. അതാണ് വിശ്വസ്തത എന്ന് പറയണത്. എന്നെല്ലാം ഇവിടെ ദൈവം വചനത്തെ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ മക്കളെ, ദൈവവുമായിട്ട് ഇടപാടുകൾ പെട്ടെന്ന് ഇത് ക്രാക്കാവും. പക്ഷേ എന്ത് സംഭവം? ഈ വിഷയം ഇങ്ങനെ കൈകാര്യം ചെയ്യണം. എന്താണ്? നിങ്ങളെപ്പോഴും ഇത് ആത്മാർത്ഥമാണോ, സത്യസന്ധമാണോ, വിശ്വസ്തതയാണോ എന്ന് ഇങ്ങനെ നമ്മളെ ഇങ്ങനെ റീകാൾട്ട് ചെയ്ത് നോക്കണം. ഒന്ന് നോക്കി, ഉടമ്പടിയേ, നിങ്ങളുടെ അടുത്തിങ്ങനെ ഉടമ്പടിയില്ലേ, അത് സത്യസന്ധമാണോ, ആത്മാർത്ഥമാണോ? ഈ സത്യസന്ധമല്ല, ആത്മാർത്ഥമല്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ പുതുക്കി കഴിഞ്ഞ ദിവസങ്ങളിൽ, കഴിഞ്ഞ ഞായറാഴ്ച ഞാൻ പറഞ്ഞു, ഒരു സിൽവർ ഗ്രേ ചേട്ടത്തിനെ കണ്ട കാര്യം അച്ഛൻ പറഞ്ഞു. എനിക്കും ചിരി വന്നായിരുന്നു. ചേച്ചി അത് വെച്ച് ബാർഗെയിൻ ചെയ്യാൻ, ഞാൻ സിൽവർ ഗ്രേ ആണെന്ന്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ സിൽവർ ഗ്രേയിലേക്ക് 5ാമത്തെ പുതുക്കാണ്. അപ്പോൾ അച്ഛൻ എന്നോട് പറഞ്ഞാണ്, എന്താ പറഞ്ഞത്? ഇവർക്ക് സിൽവർ ഗ്രേയുടെ ഒരു മുഖഭാവമൊന്നും ഇല്ലെന്ന്, സാധാരണ ഒന്ന് പുതുക്കിയ പോലെ ഇരിക്കണമെന്ന്. ഒന്ന് പുതുക്കിയതുപോലെ സാറേ, സിൽവർ ഗ്രേയിലേക്ക് വരുമ്പോൾ ശരിക്കും ഒരു ദൈവകൃപ തേജസ് ചിന്തി എല്ലാത്തിനെയും അതിജീവിച്ച് പ്രാർത്ഥനാപരം കിട്ടി, വിശ്വാസപരം കിട്ടി, അതിജീവിതമായിട്ടല്ലേ വരണത്. ശരിക്കും അതിജീവിതം എന്ന് പറയുന്നത് അഭിഷിക്തയാണ്. ശരിക്കും പറഞ്ഞാൽ ആന്തരിക അഭിഷേകം ബാധിച്ച സ്ത്രീയാണ്. പിന്നെ അവർക്ക് ആവശ്യം പോലും ഉണ്ടാകത്തില്ല. അന്നാളുകളിൽ നിങ്ങൾ എന്നോടൊന്നും ചോദിക്കത്തില്ലെന്ന് ഈശോ പറഞ്ഞിട്ടുണ്ട്. ചോദ്യമൊക്കെ നിർത്തുമെന്ന്. അപ്പം സിൽവർ ഗ്രേയിൽ വരുമ്പോൾ 16:23 വർക്കൗട്ട് ചെയ്യേണ്ടതാണ്. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. 16:23 യോഹന്നാന്റെ സുവിശേഷം. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യോഹന്നാൻ 16:23. അന്ന് നിങ്ങൾ എന്നോട് ഒന്നും ചോദിക്കുകയില്ല. അങ്ങനെ പരിപാടിയുണ്ട്, കേട്ടല്ലേ എന്ന് പറഞ്ഞ്, അന്ന് നിങ്ങൾ എന്നോട് ഒന്നും ചോദിക്കത്തില്ല. 5 പുതുക്കി സിൽവർ ഗ്രേ വന്നു കഴിഞ്ഞാൽ അഭിഷേകം കിട്ടും. പിന്നെ എന്താ കാര്യം? ഈ എന്ത് വിഷയത്തിനും കർത്താവിൻ്റെ കയ്യിൽ തീരുമാനം ഉണ്ടാകും. എനിക്കതിൻ്റെ അകത്ത് ഉത്കണ്ഠ ഉണ്ടാകത്തില്ല. ഇപ്പം 5 പുതുക്കി കഴിഞ്ഞപ്പോൾ ഇവർക്ക് പണ്ട് ഒരു ആവശ്യം ഉണ്ടാവില്ല, ഇപ്പം 50 ആവശ്യം കൊണ്ടാണ് ഞാൻ കിടത്ത് വന്നിരിക്കണേ. തറ്റി മീൻസ് അഭിഷേകം കിട്ടിയിട്ടില്ല. തറ്റി എവിടെയാണ് മിസ്റ്റേക്ക് സംഭവിച്ചത്? അവർ ഉടമ്പടി ജീവിച്ചിട്ടില്ല. ഈ ദിവസങ്ങളിൽ അടിപൊളി ഒരു സാക്ഷ്യം ഉണ്ടായിരുന്നു. ജാൻസി ജോണി, എറണാകുളത്ത് കരുതിയാന്ന്. ജാൻസി ജോണിയുടെ നിങ്ങൾ യൂട്യൂബിൽ കിടപ്പുണ്ട് ആ സാക്ഷ്യം. ഞാൻ ഇവിടെ ഇല്ലായിരുന്നു, ഇവർ വന്നപ്പോൾ നോട്ട് ചെയ്ത് തന്നതാണ് എനിക്ക്. ആ സാക്ഷ്യം കേട്ടപ്പോൾ എനിക്ക് തോന്നി സൂപ്പർ സാക്ഷ്യമാണ്. ജാൻസി ജോണി എന്താ അവരുടെ വിഷയം? അവരുടമ്പടി ഇപ്പോൾ പുതുക്കി ഒന്ന് സാക്ഷ്യം പറഞ്ഞതാണ് നേരത്തെ. അപ്പോൾ ദൈവം സഞ്ചരിക്കുന്ന ആത്മാവിലൂടെ ദൈവസഞ്ചാരത്തിൻ്റെ വഴികളുള്ള ആളാണ്. അതുകൊണ്ട് നേരത്തെ ഒന്ന് സാക്ഷ്യം പറഞ്ഞു, ഇപ്പോൾ വേറെ ഒരു സാക്ഷ്യം പറയാൻ വന്നിരിക്കുക. അവരുടെ ഉടമ്പടി എങ്ങനെയാണെന്ന് അവർ ഫയറാക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ജാൻസി ജോണി ഭയങ്കര കാരുണ്യപ്രവൃത്തിക്കാരത്തിയാണ്. കാരുണ്യപ്രവൃത്തി അല്ലാതെ നിങ്ങളെ കുറേ പേരെ പോലെ പ്രത്യക്ഷ പ്രാർത്ഥന മാത്രം ചൊല്ലി വീട്ടിയിരിക്കുകയല്ല. ഞാൻ കോരി കണ്ട പോലെ പ്രത്യക്ഷ പ്രാർത്ഥന വരെ ചെല്ലണമെങ്കിൽ അല്ല പട്ടിയും കടിക്കേണ്ടി വരും, പോരെ. അങ്ങനെയുള്ള അയ്യോഭാവിയല്ല ശരിക്കും പറഞ്ഞാൽ. അവർ ഉടമ്പടി എടുത്തിരിക്കുന്നത് അതിലൂടെ കാരുണ്യ പ്രവൃത്തികൾ ചെയ്യുകയാണ്. രോഗികൾക്ക് ഭക്ഷണം കൊടുക്കുക. അവർ ഭക്ഷണം കൊടുക്കുക എന്നൊക്കെ പറയുമ്പോൾ
ഭക്ഷണവും പാകം ചെയ്ത് രോഗികളെ ആശുപത്രിയിൽ പോയി കാണുമ്പോൾ അവർ പറയണത്, ഞാൻ ഭക്ഷണം ഉണ്ടാക്കി കറിയും ഉണ്ടാക്കി വളരെ പൊതിഞ്ഞ് ഞാൻ കൊണ്ട് രോഗികൾക്ക് കൊടുക്കുകയല്ല ചെയ്യണത്, ഞാൻ അതിൻ്റെ അകത്ത് ഉടമ്പടി തൈലം ഒഴിക്കും, എന്നിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി പത്രം ഞാൻ ഭക്ഷണം ആസ്വദിക്കും, എന്നിട്ട് ഞാൻ കർത്താവിനോട് പറയും, കർത്താവേ ഇത് കഴിക്കുന്ന വ്യക്തിക്ക് നിത്യജീവൻ കിട്ടണം. പ്രൈസ് ദി ലോർഡ്. ആൾക്കാർ ഉടമ്പടി ആഘോഷിക്കണ്ടല്ലേ. അല്ലാതെ അച്ഛൻ പറഞ്ഞിട്ടുണ്ട് കാരുണ്യ പ്രവൃത്തി, എന്താ ചോറ് കുഴപ്പമില്ല, പിള്ളേർക്ക് ചോറ് കിട്ടുമ്പോൾ ഒരു ചോറ് ഇവിടെ നമുക്ക് ചെയ്താൽ എന്ത് ചെയ്താൽ നമുക്ക് പൈസ പിള്ളേർക്കായാലും നമ്മൾ ചോറ് കെട്ടണില്ല, അതിനകത്തൊരു പൊതി കെട്ടണം, അതല്ലേ പ്രശ്നമുള്ളൂ എന്നാന്നും പറഞ്ഞിട്ടും പോവും. അതല്ല സംഭവം. ഉടമ്പടിയുടെ പ്രേക്ഷിത പ്രവർത്തനം അതല്ല. ഉടമ്പടിയുടെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയണത് ഞാൻ രോഗിയായിരുന്നു, അതാണ് പ്രശ്നം. അല്ല ചുറ്റും നടന്ന ആൾക്കാർക്ക് ചോറും പൊതിയും കൊടുത്തിട്ട് പഴയ സാരിയും വിതരണം ചെയ്തിട്ട് ഞാൻ എന്തോ ആനക്കാരം ചെയ്തെന്ന് പറഞ്ഞ് ദൈവത്തിൻ്റെ കണ്ണി പൊടിയിടുന്ന അഭ്യാസമല്ലത്. ഇവിടുത്തെ ഉടമ്പടിയുടെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞാൽ എന്താണ്? കർത്താവ് പറഞ്ഞിട്ടുണ്ട്, എന്തിൽ നിന്നാണ് അത് വന്നിരിക്കുന്നത്? ഞാൻ രോഗിയായിരുന്നു, എനിക്ക് വിശന്നു, നിങ്ങളെനിക്ക് ഭക്ഷണം തന്നു. ഞാൻ രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ സന്ദർശിച്ചു. അപ്പോൾ ജാൻസി ജോണി പറഞ്ഞത് എന്താണെന്നറിയാവോ? ഞാൻ ഈ രോഗികളെ പോയി കാണുന്നുണ്ട്. ആരായിട്ടാണ് ഞാൻ കാണുന്നത്? കർത്താവായിട്ടാണ് കാണുന്നത്. അല്ല ധർമ്മക്കാരനാണ്, അതുപോലെ തന്നെ രോഗിയാണ്, അല്ലെങ്കിൽ ആകാശപ്പറവയാണെന്നും പറഞ്ഞല്ല കാണുന്നത്. ഇങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ പേരിട്ടിരിക്കണത് ആകാശപ്പറവയെന്നാണല്ലോ പേരിട്ടിരിക്കണത്. അത് എന്തൊരു ഇടിവെട്ട് പേരാണെന്ന് ദൈവത്തിനറിയാം. ആകാശപ്പറവെന്ന് പറഞ്ഞ സംഭവം ഇല്ല. കർത്താവ് പറഞ്ഞത് ഞാൻ ആകാശപ്പറവയെന്നല്ല പറഞ്ഞത്. ആകാശത്തിന് താഴെ കൂടുമില്ല, താഴെ മരവുമില്ല, മുകളിൽ ആകാശമില്ല, പറന്നടക്കണ നിരാലംബരായ മനുഷ്യർ, അങ്ങനൊരു സംഭവം ഇല്ല. കർത്താവ് പറഞ്ഞത് ഞാൻ ഉടമ്പടി നമ്മൾ അഭിസംബോധന ചെയ്യണത് ആകാശപ്പറവകളല്ല. മനുഷ്യനെ പിന്നെ ചുമ്മാ അവൻ ജീവിക്കാൻ നിവർത്തിയില്ലെന്ന് പറഞ്ഞുകൊണ്ട് അവൻ ആകാശപ്പറവെന്ന് പറഞ്ഞ് ബ്രാൻഡ് ചെയ്യേണ്ട കാര്യമില്ല. കർത്താവ് എന്താ പറഞ്ഞിരിക്കണത്? ഞാൻ രോഗിയായിരുന്നു, അതാ സംഭവം. കണ്ടില്ലേ? ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ.